സ്വപ്നം കാണുന്നവൻ്റെതാണ് ലോകം. ഏതൊരു മനുഷ്യന്റെ വിജയത്തിന് പിന്നിലുമുള്ളത് ഒരേ ഒരു കാര്യമാണല്ലേ, കഠിനാധ്വാനം. വലിയ ബാങ്ക് ബാലൻസോ കുറുക്ക് വഴികളോ ഒന്നുമല്ല, മറിച്ച് കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സാണ് വേണ്ടതെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ചു തന്ന വ്യക്തി. തന്റെ 18ാമത്തെ വയസ്സിൽ വെറും 2 പശുക്കളിൽ നിന്ന് തുടങ്ങി ഇന്ന് ജനങ്ങൾ നെഞ്ചിലേറ്റിയ ID മിൽക്ക് എന്ന ബ്രാൻഡിന്റെ സാരഥിയായ ശ്രീ രഞ്ജിത്ത് കുമാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ഏതൊരു തൊഴിലും സക്സസ് ആവുക എന്നുള്ളൊരു മെസ്സേജ് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് ഓൾറെഡി സക്സസ് ആയി കഴിഞ്ഞു. സർ, എല്ലാവരും ബിസിനസ്സിലേക്ക് കിടക്കുമ്പോൾ പെട്ടെന്ന് ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ് ആയിരിക്കുമല്ലോ നോക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അന്നത്തെ ആ ഒരു കാലത്ത് ഡയറി ഫാം എന്നുള്ള കോൺസെപ്റ്റ് വരാൻ കാരണം? ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഏതൊരു ബിസിനസ്സുകാരനും ലാഭം ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം ഉണ്ടായിരിക്കും. പക്ഷേ എൻ്റെ ഒരു കോൺസെപ്റ്റ് ലാഭത്തിനപ്പുറം അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഓൾറെഡി കാൽക്കുലേഷൻ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ എൻ്റെ തോട്ട് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിൽ വന്ന ആശയത്തെ എങ്ങനെ ഒരു ബിസിനസ്സിലോട്ട് കൊണ്ടുവന്നതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഒരു ബിസിനസ് ആക്കാം. വീട്ടിൽ പശു ഉണ്ടായിരുന്നു, 2 പശുക്കളുണ്ടായിരുന്നു. എല്ലാ വീടുകളിലും അന്ന് പശുക്കളുള്ളതുപോലെ എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ ഒരു തൊഴിൽ ചെയ്യാം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുള്ള ഒരു ചെറിയൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ വളരെ ഡീപ്പായിട്ട് ആലോചിക്കുന്നതും അതിന് വലിയ ബിസിനസ് സാധ്യത ഉണ്ട് എന്നും, പക്ഷേ അത് വളരെ കഷ്ടപ്പെടാൻ തയ്യാറാവണമെന്നുള്ള ഒരു ചിന്താഗതിയുണ്ട്. അതായത് കഷ്ടപ്പെട്ടാലേ ഈ ബിസിനസ് നന്നായിട്ട് വരാൻ പറ്റത്തുള്ളൂ എന്നുള്ളതുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നന്നായിട്ട് പ്രയത്നിച്ചു. ആ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പാക്കി ഒരു ബിസിനസ് എന്ന ആശയത്തിലോട്ട് കൊണ്ടുവന്ന് വളരെ സക്സസീവായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ID എന്നുള്ള ബ്രാൻഡ് ഇന്ദിരാ ഡയറി എന്നുള്ള ഒരു പേര് വരുന്നത് അമ്മയുടെ ഇന്ദിരാദേവി എന്നുള്ള ആ പേരിൽ നിന്നാണ് ID എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അമ്മ എന്നെ വളരെ, അതായത് ഞാൻ പാല് പാക്കറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് സീൽ ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അമ്മ പാലൊഴിച്ച് തരും, ഞാൻ സീൽ ചെയ്യും. അപ്പം അങ്ങനെയാണ് ശരിക്കും മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഷോപ്പുകളിൽ ഒരു ഷോപ്പിൽ കൊടുത്തു, അടുത്ത ഷോപ്പിലേക്ക് അത് ശരിക്കും കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ പതിയെ ഡെവലപ്പ് ചെയ്തതാണ് ഈ ID മിൽക്ക് എന്നുള്ള ഒരു സ്ഥാപനം. അപ്പോൾ എനിക്ക് അന്ന് ഈ ബ്രാൻഡ് എന്നുള്ളതൊന്നും ഇല്ലായിരുന്നു, വെറും പ്ലെയിൻ പാക്കറ്റായിരുന്നു. അപ്പോൾ അന്ന് ഷോപ്പുകാർ തന്നെ ഒരു പേരിട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ആ സമയത്ത് എനിക്ക് അമ്മയുടെ പേര് തന്നെ വരണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ID എന്നുള്ള പേരിലോട്ട് വരുന്നത്. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അച്ഛനും ഗസറ്റ് ഓഫീസറായിരുന്നു. അപ്പോൾ എല്ലാ പേരും തന്നെ നല്ല ഉയർന്ന ഉദ്യോഗത്തിലിരിക്കുന്നവർ. അപ്പം മകനും ആ രീതിയിൽ തന്നെ വരണം എന്നുള്ള ചിന്താഗതിയാണ് അവർക്കുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും എതിർത്ത് നിന്നത് എൻ്റെ ഫാമിലി തന്നെയാണ്. അപ്പോൾ എൻ്റെ ഫാമിലി എതിർത്ത് നിന്നിട്ടുണ്ടെങ്കിലും ആ വയസ്സിൽ എനിക്ക് സപ്പോർട്ടെന്ന് പറയാൻ അമ്മ മാത്രമേ ഉള്ളൂ, വേറെ ആരും തന്നെ ഇല്ല. എനിക്ക് വേറെ ആളുടെ പേര് പറയാൻ എനിക്കില്ല, അമ്മ തന്നെയായിരുന്നു എല്ലാം. പിന്നെ വൈഫ് വന്നതിന് ശേഷം ഭാര്യ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? പേഴ്സണൽ ലൈഫിലായാലും ബിസിനസ്സിലായാലും എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞിരുന്നാൽ അതുവരെയുള്ള അമ്മയുടെ തണൽ നേരെ ഭാര്യയിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നേരെ ശരിക്കും എൻ്റെ അമ്മയുടെ കാഴ്ചപ്പാടും എൻ്റെ കാഴ്ചപ്പാടൊക്കെ ഏതാണ്ട് ഒന്നുപോലെ തന്നെയാണ്. വിവാഹം കഴിച്ച് വന്നതിന് ശേഷം അമ്മ പറഞ്ഞൊരു വാക്ക് ഇത് തന്നെയാണ്, ഇനി വൈഫാണ് ഇതെല്ലാം നോക്കേണ്ടതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മ അങ്ങനെ ഏൽപ്പിച്ചു. അതുപോലെ തന്നെയാണ് വൈഫ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ അമ്മ എങ്ങനെ ചെയ്തോ അതേപോലെയുള്ള സപ്പോർട്ട് എൻ്റെ വൈഫിൽ നിന്നും എനിക്കുണ്ടായി. അതുപോലെ തന്നെ വൈഫിൻ്റെ അമ്മയും. ഞാൻ എപ്പോഴും പറയും, എൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്ന കാര്യമാണ്. എനിക്കിപ്പോൾ 2 അമ്മമാരാണ്. അപ്പോൾ ആ 2 അമ്മമാരും നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ട് തീർച്ചയായിട്ടും. സാർ, ഇപ്പോൾ ഒരു സംരംഭം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ബാക്ക് സപ്പോർട്ട് വേണം. അഡ്വർടൈസ്മെന്റ് ആയാലും ഇതിന്റെ സോഷ്യൽ മീഡിയ സപ്പോർട്ട് അങ്ങനെ. പക്ഷെ സാർ അങ്ങനത്തെ വലിയ ഹൈപ്പോ അങ്ങനത്തുള്ള പരസ്യങ്ങളോ ഒന്നും കൊടുക്കാതെയാണ് ഇത്രയും വലിയ നിലയിലെത്തിയത്. അപ്പം ജനങ്ങളുടെ മനസ്സിൽ അത്രയും ആഴത്തിൽ പതിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ബ്രാൻഡ് അവരുടെ മനസ്സിൽ നിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്ട്രാറ്റജി, ഒരു മാജിക്കൽ സ്ട്രാറ്റജി എന്തായാലും? മാജിക്കൽ സ്ട്രാറ്റജി അന്ന് എനിക്കില്ല, അതിനെപ്പറ്റി അറിയത്തില്ല. ഇന്ന് ഒത്തിരി മാജിക്കൽ സ്ട്രാറ്റജി എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട്. അന്ന് എൻ്റെ എയിം
ഒരു ഡയറി ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ആശയം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി പ്രയത്നിക്കുക, കഠിനമായിട്ട് പ്രയത്നിക്കുക എന്നുള്ള ഒറ്റ ആശയം മാത്രമേ ഉള്ളൂ. അതിൽ വേറെ ഒന്നും തന്നെ ഇല്ല. ഇപ്പൊ ഞാനിവിടെ വന്നിട്ട് കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വീട്, ഓഫീസ്, ഫാക്ടറി എല്ലാം അടുത്തടുത്താണ്. അത് എന്തുകൊണ്ടാണ്? ഒരു അവൈലബിലിറ്റി അനുസരിച്ചാണോ അതോ എല്ലാം നമുക്ക് എന്റെ കൺവെട്ടത്ത് തന്നെ നിൽക്കണം എന്നുള്ള ആ ഒരു നിർബന്ധം കൊണ്ടാണോ? അങ്ങനെ നിർബന്ധം കൊണ്ടല്ല, അത് ഇതെല്ലാം എൻ്റെ ഒരു കുടുംബം പോലെയാണ്. എൻ്റെ സ്വഭാവമായിരിക്കുമല്ലോ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ. ഇപ്പൊ എൻ്റെ ആശയത്തിൽ ഫാമിലി ആയിട്ടാണല്ലോ കാണുന്നത്. തീർച്ചയായിട്ടും സ്റ്റാഫിനോട് എങ്ങനെയായിരിക്കും അങ്ങനെയാണെങ്കിൽ? സ്റ്റാഫ് ഇപ്പോൾ എൻ്റെ ഫാമിലി എങ്ങനെ സപ്പോർട്ട് ചെയ്തോ അതുപോലെ എൻ്റെ സ്റ്റാഫുകളും നല്ല സപ്പോർട്ടാണ്. ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി അല്ലേ? അതെ, അത് തന്നെയാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടാണോ? അതെ, തീർച്ചയായിട്ടും. സർ, അപ്പോൾ പാലിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഒരുപാട് നമ്മൾ ദൈനംദിനമായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് സ്നാക്സ് ആയാലും ബാറ്റർ ആയാലും ചപ്പാത്തി ആയാലും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. ആ ഒരു വിജയം അല്ലെങ്കിൽ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഇത്രയും അല്ലെങ്കിൽ ഇന്ന സാധനത്തിൽ നമുക്ക് ഇന്ന സ്ഥാനത്തോട്ട് പോവാം, ആ ഒരു ഐഡിയ, ആ ഒരു തോട്ട് എങ്ങനെയായിരുന്നു വന്നത്? ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എൻ്റെ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി തന്നെ ഡയറി എന്നുള്ള ആശയം മാത്രമായിരുന്നു. അപ്പോൾ വേറെ ഒന്നും തന്നെ എൻ്റെ മനസ്സിലുള്ള ആശയങ്ങളൊന്നും അല്ല. അപ്പോൾ ആ ബിസിനസ്സിലൂടെ ഉള്ള യാത്രകളിൽ നമ്മൾ കുറേ സഞ്ചരിക്കുമ്പോഴത്തേക്കും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ടല്ലോ കൂടെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ കാലത്തിനനുസരിച്ച് നമ്മൾ മാറിയേ പറ്റത്തുള്ളൂ. നമ്മൾ മാത്രമല്ല ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നത്. എന്നെ ഡിപ്പെൻഡ് ചെയ്തോ അല്ലെങ്കിൽ ഞാൻ ആശ്രയിക്കുന്നതോ അല്ലെങ്കിൽ എന്നെ ആശ്രയിക്കുന്നതായിട്ടുള്ള ഒത്തിരി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരുമ്പോഴത്തേക്ക് പിന്നെ അവരുടെ കാര്യം കൂടെ ഞാൻ നോക്കേണ്ട ഒരു കടപ്പാട് എനിക്കുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ തന്നെ ബാക്കി ഒരു പ്രോഡക്റ്റും കൂടെ വേണം. അപ്പോൾ അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള ചിന്താഗതിയിലോട്ട് വന്നപ്പോഴത്തേക്കാണ് ഞാൻ അടുത്ത പ്രോഡക്റ്റിലോട്ട് വരാൻ കാര്യം. അതിന് വളരെ വളരെ പ്രയത്നിച്ചിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഫസ്റ്റ് എനിക്കും എൻ്റെ വീട്ടുകാർക്കും നമ്മുടെ നാട്ടുകാർക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമാണ് നമുക്ക് സമൂഹത്തിലോട്ട് ഇറക്കാൻ പറ്റുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് സക്സസ് ആയിട്ട് ഞാൻ ഓരോരോ പ്രോഡക്റ്റുകൾ ഇറക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ഒരു ഹോംലി ടച്ച് ഉണ്ടായിരിക്കും. ഇപ്പോൾ എല്ലാ പ്രോഡക്റ്റിനും ക്വാളിറ്റിയുടെ ഒരു പ്രശ്നം ഇപ്പോൾ വരുന്ന എല്ലാ പേരും ചിന്തിക്കുന്നുണ്ട് ഒരു കാര്യമാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഈ ക്വാളിറ്റി ആയിട്ട് നമ്മുടെ കസ്റ്റമർ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഓരോ പ്രോഡക്റ്റിനും ഓരോ റേറ്റ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും വില കുറച്ച് വിൽക്കുക എന്നുള്ളതല്ല ഒരു ക്വാളിറ്റി എന്നുള്ളത് തിരിച്ചറിയാനുള്ള മനസ്സ് ഒരു കസ്റ്റമറിന് ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ കാഴ്ചപ്പാട്. കാരണം മത്സരിച്ച് വില കുറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ബിസിനസ്സിൽ നിലനിൽക്കുന്ന ആശയങ്ങൾ. അതൊരിക്കലും ഒരു നല്ല ക്വാളിറ്റി പ്രോഡക്റ്റിലോട്ട് പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പൊതുവിപണിയിൽ വിൽക്കാതെ ഡയറക്റ്റ് കസ്റ്റമറിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഓൺലൈൻ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്, അതിൻ്റെ പണിപ്പുരയിലാണ്. സർ, ഇപ്പോൾ ബിസിനസ് മാൻ ആയില്ലായിരുന്നെങ്കിൽ വേറെ ഏത് വഴി തിരിഞ്ഞാൽ? ഞാൻ തികച്ചും ഒരു സാധാരണക്കാരനെ പോലെ തികച്ചും ഒരു ഗവൺമെൻറ് ജോലി, ഇപ്പം നാട്ടിൽ എന്താണ് നാട് നടപ്പ് അതുപോലെ ജീവിച്ച് മരിക്കും, അത്രയേ ഉള്ളൂ. ഞാൻ മാത്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ഒരു ഫാമിലിയായിട്ട് ജീവിക്കും. ഇപ്പോൾ എനിക്ക് ഒരുപാട് പേർക്ക് ഞാനൊരു തണലാവാൻ കഴിഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബിസിനസ്സിലൂടെയാണ് ഫാമിലിയെ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത്, അതായത് എനിക്കൊരു ഫാമിലിയെ കൊണ്ടുവരാൻ കഴിഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയാനും രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ബിസിനസ്സും, രണ്ട് ഫാമിലി. അപ്പോൾ ബിസിനസ്സിന് കൂടെ തന്നെയാണ് ഫാമിലി പോകുന്നത്. പ്രത്യേകിച്ച് ഒരു ഫാമിലി ലൈഫ്, എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് നന്നായിട്ട് ബിസിനസ് ചെയ്യുക, മറ്റുള്ളവർക്ക് സ്വീകരിക്കാൻ ഞാൻ ആപ്റ്റാവുക, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയെ സ്വീകരിക്കാൻ പറ്റുക, അതിലൂടെ എൻ്റെ ഫാമിലിയുടെ സന്തോഷം കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ ഓണക്കാലത്തായിരുന്നാലും എപ്പോഴായിരുന്നാലും എൻ്റെ ആശയം അത് തന്നെയാണ്. ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഓണവിശേഷങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമായിട്ടും ഓണത്തിന് വിശേഷം എന്നുള്ളത് നമ്മുടെ ഫാമിലിയായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ കൂടുക എന്നുള്ളതാണ്. എപ്പോഴും എല്ലാ ഓണത്തിനും ചെയ്യുന്ന പുറത്തോട്ടൊന്നും യാത്രകളൊന്നുമില്ല. ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് വൈഫും കുട്ടികളും പരാതി പറയാറുണ്ട്, പുറത്തോട്ട് യാത്രകൾ പോകുന്നില്ല, അച്ഛന് സമയമില്ല എന്നൊക്കെ. ഇല്ല, ഞങ്ങൾക്ക് എപ്പോഴും ഓണം പോലെ തന്നെയാണ്. കാരണം വെച്ചിരുന്നാൽ അവർ എൻ്റെ കാഴ്ചപ്പാട് അവരെ എപ്പോഴും സ്വീകരിക്കുന്നുണ്ട്. കാരണം എന്താണ് ഒരു അച്ഛൻ, ഒരു രക്ഷകർത്താവ് അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്തെന്നുള്ളത് അവർ മനസ്സിലാക്കിയതുകൊണ്ടാണ് എൻ്റെ ബിസിനസ് സക്സസ് ആയത്. അപ്പോൾ എനിക്ക് അവരിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അത് വൈഫാണെങ്കിലും പിള്ളേരാണെങ്കിലും എൻ്റെ മക്കളാണെങ്കിലും അവർ പൂർണ്ണമായിട്ടും നല്ല പിന്തുണയുണ്ട്. ഞാൻ അതിൽ വളരെ സന്തുഷ്ടവാനാണ്. അവരെനിക്ക് തന്ന പിന്തുണയാണ് എനിക്ക് നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്.
സാർ, ഇപ്പോഴും ഒരുപാട് യുവാക്കൾ ബിസിനസ്സിലോട്ട് തിരിയുന്നുണ്ടല്ലേ? അവർ ചെറിയൊരു ഫെയിലിയർ വന്നാൽ പോലും പെട്ടെന്ന് ബാക്കിലേക്ക് ഇറങ്ങുന്ന പ്രവണത കാണുന്നുണ്ട്. അപ്പോൾ ഒരു വിജയിച്ച ഒരു സംരംഭകൻ എന്ന നിലയിൽ അവരോട് എന്തായിരിക്കും പറയാനുള്ളത്? വളരെ വലിയ ചോദ്യമാണ്. കാരണം വെച്ചിരുന്നാൽ ബിസിനസ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് ഉള്ളിൽ തോന്നുന്ന ഒരാശയമാണ് ബിസിനസ് എന്ന് പറയുന്നത്. നമുക്ക് വേറൊരാൾ ചെയ്യുന്ന ബിസിനസ് നമ്മൾ ഏറ്റെടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് തികച്ചും പരാജയപ്പെടും. ചിലപ്പോൾ ആ ബിസിനസ് റൺ ചെയ്യുമായിരിക്കാം, പക്ഷേ ഒരിക്കലും അത് സക്സസ് ആവത്തില്ല. സക്സസ് ആവണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ഒരു സ്ഫുടം ചെയ്ത് നമുക്ക് വന്നാൽ മാത്രമേ ഒരു തൊഴിൽ സക്സസ് ആയിട്ട് പോകത്തുള്ളൂ. കാരണം ഡീപ്നെസ് ഉണ്ടാകും. നമ്മളൊരു കുഞ്ഞ് ജനിക്കുന്നത് പോലെയാണ് ഒരു തൊഴിൽ, ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരെ ശരിക്കും പറഞ്ഞിരുന്നത് നമ്മളിലോട്ട് തന്നെ സ്വീകരിച്ചിട്ട് നമുക്ക് ഡൈജഷൻ പോലെ നമുക്ക് തോന്നിയ ആശയത്തെ നമ്മൾ തന്നെ പ്രൊഡക്ഷൻ ചെയ്ത്, നമ്മുടെ ഉള്ളിൽ തന്നെ പ്രൊഡക്ഷൻ ചെയ്ത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ബിസിനസ് സക്സസ് ആവുന്നത്. അപ്പോൾ അനുകരിച്ച് ബിസിനസ് ചെയ്യുന്നത് എത്രത്തോളം പ്രാക്ടിക്കലി സക്സസ് ആവുന്നുള്ള എക്സ്പീരിയൻസ് പറയാൻ എനിക്ക് പറ്റത്തില്ല. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഉള്ളിൽ നമുക്ക് നമ്മുടെ ഉറക്കത്തിൽ നമുക്കൊരു ഉണർവായിട്ട് തോന്നുന്ന ഒരു ആശയമാണ് ബിസിനസ്. അതൊരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ തന്നെയാണ്. അത് വേറൊരാളുടെ ബിസിനസ്സിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരുന്നാലും ഒരിക്കലും സക്സസീവ് ആകത്തില്ല. സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു തോന്നലുണ്ടാവണം, അതിനുവേണ്ടി കഠിനമായിട്ട് പ്രയത്നിക്കണം. ആ പ്രയത്നത്തിലൂടെ പലതും നഷ്ടപ്പെട്ടെന്നിരിക്കും. നഷ്ടപ്പെടുക വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ ലൈഫിലുണ്ടാകുന്ന കുറച്ച് കാര്യം. നമ്മുടെ ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ തൊഴിലോട്ട് വന്നപ്പോൾ എൻ്റെ ബാല്യവും കൗമാരങ്ങളും ഒന്നുമില്ല, അതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണ് ഞാൻ തൊഴിലോട്ട് വന്നത്. അപ്പോൾ ഇതെല്ലാം എൻ്റെ ജീവിതമാണ് തൊഴിൽ, ഈ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആശയം ആർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അവർക്ക് വിജയിക്കാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാവർക്കും വിജയിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമുക്ക് എത്രത്തോളം നമ്മുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ ബിസിനസ്സിൽ കൊടുക്കുന്നുണ്ടോ അതൊരു സക്സസീവായിട്ട് മാറും.